എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലെ ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് അനിയന്റെ ഫോൺ കോൾ. കോയമ്പത്തൂർ വരുന്നു വന്നു. ഒന്നും നോക്കിയില്ല, പിള്ളേരെ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാമെന്ന് ഭാര്യയോട് പറഞ്ഞു. 1 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. രാത്രി യാത്രകൾ എപ്പോഴും സ്പെഷ്യലാണ്. എം ടി റോഡ്സ്, തീരാത്ത സംസാരങ്ങൾ. പക്ഷെ പ്രതീക്ഷിച്ചതിന് വിപരീതമായി റോഡിൽ നല്ല തിരക്കായിരുന്നു. ഒരു പമ്പിൽ കയറി പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിയെ കോയമ്പത്തൂർ ടൗണിലേക്ക് തിരിച്ചു. കോയമ്പത്തൂർ കോളേജ് കഴിച്ച് 10 വർഷത്തിന് ശേഷമാണ് കോയമ്പത്തൂർ വരുന്നത്. ഒരു കാലത്ത് ഫ്രണ്ട്സിനൊപ്പം ചുറ്റിക്കറങ്ങി നടന്ന സ്ഥലം. ഒരുപാട് ഓർമ്മകൾ. 10 കൊല്ലത്തിനുള്ളിൽ ഒരുപാട് മാറിപ്പോയിരുന്നു. നമ്മുടെ നാട് ഇതുപോലെ എന്ന് മാറുമോ എന്ന്. നമ്മുടെ മധുരമുള്ള ഓർമ്മകളിലേക്ക് തിരിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ അറിയാതെ നനയും എന്ന് പണ്ടാരോ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു. 5 കൊല്ലം കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഓർമ്മകളിലേക്ക് തിരികെ പോകാൻ ഈ യാത്ര എന്നെ സഹായിച്ചു. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മറന്നുപോയതിനെ അല്ലെങ്കിൽ മറന്നു തുടങ്ങിയതിനെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. പാർക്കിൽ ചെന്ന് കയറിയ ഒരു കൊച്ചു കുട്ടിയുടെ അവസ്ഥയായിരുന്നു എൻ്റേത്. എനിക്കറിയാവുന്നതും ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ വാചാലനായിരുന്നു. ഒരു സ്റ്റേജിൽ എനിക്ക് ഭ്രാന്തായിരുന്നു എന്ന് വരെ ചിന്തിച്ചു പോയവർ. ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെ പ്രധാന മാർക്കറ്റ് പ്ലേസായ ഉക്കിടത്ത് വന്നു. ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി കോയമ്പത്തൂർ വന്നതല്ല. അനിയനും അവൻ്റെ കൂട്ടുകാർക്കും അവരുടെ കാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുമായിരുന്നു. ഇലക്ട്രോണിക് ഐറ്റംസ്, സ്പീക്കേഴ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഷുവർ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. കോയമ്പത്തൂരിൽ നിന്ന് 80 കിലോമീറ്റർ ഉള്ളൂ ഊട്ടി. 2.5 മണിക്കൂർ. എന്നാ പിന്നെ ഊട്ടി ഒരു ഓട്ടത്തിന് പോ. വന്നു, എക്സ്പ്ലോർ ചെയ്തു, സാധനങ്ങൾ വാങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ റിവൈൻഡ്, എ റീസെറ്റ്, എ റിമൈൻഡർ ഓഫ് ഹൗ ഫാർ ഐ ഹാവ് കം. സംടൈംസ് ദ ബെസ്റ്റ് ജേർണീസ് ആർ ദ അൺപ്ലാൻഡ് വൺ. ഇനി കാഴ്ചകൾ ഊട്ടിയിൽ.